ലഹരി ഇന്ന് നാടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കും. ലഹരി ഉപയോഗിച്ച നമ്മുടെ സഹോദരന്മാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലുന്ന വർത്തമാനകാലത്തിലാണ് ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്തിനധികം പറയുന്നത്, സ്വന്തം സഹോദരനെയും ഉമ്മയെയും അതുപോലെ സഹോദരിമാരെയും കാമുകിയൊക്കെ വെട്ടിക്കൊന്ന് തൻ്റെ ഇടത്തോടുകൂടി മയക്കുമരുന്നിന്റെ ബലത്തിൽ നടന്നു പോകുന്ന ചെറുപ്പക്കാരെയാണ് ഇന്ന് നിത്യേന ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളും നമ്മൾ കാണുന്നത്. സത്യത്തിൽ ഓരോ ദിവസവും പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ഓരോ ദിവസത്തെ ദിനപത്രങ്ങൾ വായിക്കുന്നത്. എങ്ങോട്ടാണ് നമ്മുടെ തലമുറ പോകുന്നത്? വല്ലാത്ത പ്രയാസത്തിലാണ് രക്ഷിതാക്കൾ. വിദ്യാലയങ്ങളിൽ പോലും UP സ്കൂളുകളിൽ പോലും മയക്കുമരുന്നിന്റെ കരാളഹസ്തങ്ങൾ ആ വിദ്യാലയത്തിന്റെ മതിൽക്കെട്ടിന് ചുറ്റും കഴുകനെ പോലെ വട്ടമിട്ട് പറക്കുന്ന ഇന്നത്തെ വർത്തമാന കാലത്തിൽ നമ്മുടെ മക്കളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് വലിയ സാഹസികമായ ഒരു കാര്യമാണ്. മക്കളുടെ ജീവിതം അല്ലെങ്കിൽ മക്കളുടെ ജീവൻ അപകടത്തിലാണ്. നമ്മൾ രക്ഷിതാക്കൾ ഉണർന്നേ പറ്റൂ. എല്ലാവരും പരസ്പരം അറിഞ്ഞും പറഞ്ഞും ഇത്തരം ആളുകളെ, ഈ മയക്കുമരുന്ന് വിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടു വിദ്യാലയത്തിലേക്ക് നമ്മൾ മക്കളെ വിദ്യാലയത്തിലേക്ക് വിടുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ രക്ഷിതാക്കളും മക്കളെ വിദ്യാലയത്തിലേക്ക് വിടുന്നത്. എന്നാൽ വിദ്യാലയത്തിൽ നിന്ന് ആരുടെ കൂടെയാണ് കൂട്ടുകെട്ട്? അവർ തിരിച്ചു വരുമ്പോൾ എന്താണ്, എത്ര വൈകിയാണ് അവർ വരുന്നത്, ആരോടൊക്കെയാണ് അവർ കൂട്ടുചേരുന്നത് എന്ന് നമ്മുടെ കയ്യിലല്ല. എന്നാൽ പല കുട്ടികളും പല ചീത്ത കൂട്ടുകെട്ടുകൾ പെട്ടുകൊണ്ടാണ് ഇത്തരം മയക്കുമരുന്നിന് അടിമപ്പെടുന്നത് എന്നത് ഒരുപാട് അനുഭവങ്ങൾ പഠിച്ചത് നമുക്ക് പറയാൻ സാധിക്കും. കുട്ടികളുമായി ഏറ്റവും അടുത്ത് സൗഹൃദം പുലർത്തുന്നത് ആരാണ്, അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഒന്നുകിൽ അമ്മയോ അച്ഛനോ ആയിരിക്കണം. അങ്ങനെ കുട്ടികളുമായി നിരന്തരമായ ആത്മബന്ധം പുലർത്തുകയും ഒരു സുഹൃത്തിനെ പോലെ അവരോട് ഇടപെടുകയും അവരിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, കൊച്ചു കൊച്ചു കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഏറ്റവും നല്ല സുഹൃത്താവാൻ വേണ്ടിയുള്ള ശ്രമം രക്ഷിതാക്കളുടെ ഭാഗത്തും ഉണ്ടാവണം. അല്ലാതെ നമ്മുടെ മൊബൈൽ ഫോണിലും നമ്മുടെ തിരക്കുകളിലും പെട്ട് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാതെ പോയാൽ മക്കള് പല ആളുകളെയും തേടി അല്ലെങ്കിൽ മയക്കുമരുന്നിനെ തേടി പോകുന്ന ഒരു ദയനീയമായ ചിത്രം നമ്മുടെ കുടുംബത്തിലുണ്ടാവും. അത് മാറ്റിയെടുക്കാൻ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും അതുപോലെ വിദ്യാലയത്തിലെ അധ്യാപകരുടെ ഭാഗത്തുനിന്നും സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. നൈറ്റ് മാർച്ച് നടത്തി ആളുകളുടെ ബോധവൽക്കരിക്കുക, പൊതുസമൂഹത്തെ ഒപ്പം ചേർക്കുക, പൊതുസമൂഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഈ ഏറ്റവും വലിയ വിപത്തിനെ നേരിടുക എന്ന ഒരാശയം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. ഒരു പ്രതീകാത്മക സമരം മാത്രമാണത്. ഇത് മറ്റുള്ളവരെ, ഇതുപോലെയുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിനു വേണ്ടി തീർച്ചയായും ഒറ്റക്കെട്ടായി ഒരുമിച്ച് എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ, ഒരു മലയിൽ കോർത്ത മുത്തുകളെ പോലെ ഒന്നിച്ചു നിന്ന് പൊരുതിയാൽ മാത്രമേ ഈ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് അടച്ചു നിർത്താൻ സാധിക്കൂ. അത് ഓരോരുത്തരായ ഞാനും എൻ്റെ വീടും അതുപോലെ ഓരോരുത്തരും വിചാരിച്ചാൽ ആ സമൂഹവും ആളുകളെയും നന്നാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിപത്ത്, മാരക വിപത്ത് നമ്മുടെ നാട്ടിൽ നിന്നും മാറ്റി നിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നിങ്ങളും ഞാനും എല്ലാവരും ഒന്നിച്ച് പങ്കാളികളാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.